ഹലോ, ഇറ്റ്സ് മീ ചിക്കുട്ടി. അപ്പോൾ ഇന്ന് നമ്മൾ കഴിക്കാൻ പോകുന്നത് ഒരു ന്യൂഡിൽ ഡിഷാണ്. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എ ജാപ്പനീസ് ചൈനീസ് ക്യുസീൻ പോലെയാണ്. അപ്പോൾ ഇത് ഞങ്ങൾ കഴിക്കാൻ പോകുന്നത് കഫേ ബുവാക്യൂനിലാണ്. നമ്മുടെ ആര്യാസിൻ്റെ സ്കൂൾ, ട്രിവാൻഡ്രത്തുള്ള ആര്യാസിൻ്റെ സ്കൂളിൻ്റെ അടുത്താണ് ഈ ഒരു കഫേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഭയങ്കര കിടിൽ ആംബിയൻസ് ഉള്ള ഒരു കഫേയാണ്. ഒരു രക്ഷയില്ല അവിടുത്തെ ആംബിയൻസ്. നൈറ്റൊക്കെ പോയി കഴിഞ്ഞാൽ കിടിൽ ആംബിയൻസ് ആണ്. അന്ന് പോയി നമ്മൾ 4 പേരും റാമൻ ഇതിനുവേ കഴിച്ചിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഓർഡർ ചെയ്തത് അതിൻ്റെ പേരും പിന്നെ അതിൻ്റെ അകത്തുള്ള മെനുവിലെ ഡിസ്ക്രിപ്ഷനൊക്കെ കണ്ടിട്ട് നമുക്ക് ഓക്കെ ഫൈൻ കഴിക്കാൻ പറ്റുമെന്ന് തോന്നി 2 ഞങ്ങൾ ഓർഡർ ചെയ്തത്. ഈ രാമൻ കഴിക്കാനുള്ള മെയിൻ ആയിട്ടുള്ളൊരു ചെയ്തോപകാരം തോന്നി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ചോപ്സ്റ്റിക്ക് കയ്യിൽ പിടിക്കണം, അത് വെച്ചിട്ട് കഴിക്കണം. അതായിരുന്നു ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആക്ച്വലി ഞാൻ ഈ ഡിഷസിൻ്റെ ഒന്നും ഫാനൊന്നും ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ എൻ്റെ അടുത്ത് ഗ്രേറ്റ് ചെയ്തിട്ടിരുന്ന ചിക്കൻ മാത്രമാണ് ഞാൻ കഴിച്ചത്. ന്യൂഡിൽസ് ഒന്നും അങ്ങനെ എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഇത് ജാപ്പനീസുകാരുടെ ഒരു ഫേമസ് ഡിഷ് തന്നെയാണ്. അവരുടെ ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് ഡിഷ് തന്നെയാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ അതിനൊരു പെർട്ടിക്കുലർ രീതിയുണ്ട് കഴിക്കുന്ന, അങ്ങനെ ഒരുപാട് ഇതുണ്ട്. പക്ഷെ അതൊന്നും ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. നമ്മളാൽ പറ്റുന്ന വിധത്തിൽ നമ്മൾ എന്ത് ചെയ്തു, ട്രൈ ചെയ്തു. ആൻഡ് ഇറ്റ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ്. ഭയങ്കര രസമായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് കണ്ണപ്പം പറഞ്ഞു തന്നു എങ്ങനെയാണ് ആ ചോപ്സ്റ്റിക്ക് കൃത്യമായി പിടിക്കേണ്ടതെന്നുള്ളത്. തിന്ന് ക്ഷീണിച്ചു പോയല്ലേ? ശരിക്കും ഞങ്ങൾക്ക് 4 പേർക്കും എങ്ങനെ ഇത് കഴിക്കണം എന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ചോപ്സ്റ്റിക്ക് എങ്ങനെ പിടിക്കണം, പിന്നെ നമ്മൾ വല്ലവിധനെയും സ്പൂണും ഫോർക്കും ഒക്കെ വെച്ച് കഷ്ടപ്പെട്ടാണ് കഴിച്ചത്. എങ്ങനെയുണ്ടായിരുന്നു? എങ്ങനെയുണ്ടായിരുന്നു ഫുഡ്? സത്യം ചോപ്സ്റ്റിക്ക് അങ്ങോട്ട് സെറ്റ് ആവണം. ചൈനക്കാരൻ പറയുന്നത് ജപ്പാൻ ആള് നടക്കുക.